അമ്മ തന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞ മകൾ, തൻ്റെ സ്നേഹത്തിന് എവിടെയും കണക്കില്ലെന്ന് മറുപടി പറഞ്ഞ അമ്മ. പ്രശ്നഭരിതമായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ദാമ്പത്യ ജീവിതം. അതേക്കുറിച്ച് കവിയൂർ പൊന്നമ്മ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ഓൺ സ്ക്രീനിൽ മലയാളികളുടെ മുഴുവൻ അമ്മയാകുമ്പോഴും സ്വന്തം ജീവിതം കവിയൂർ പൊന്നമ്മയ്ക്ക് വേദനയുടേതായിരുന്നു. ഒരു സ്വകാര്യ ചാനലിൽ നടന്ന പരിപാടിയിലായിരുന്നു തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ മനസ്സ് തുറന്നത്. നിർമ്മാതാവായ മണിസ്വാമിയെയായിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തത്. പ്രശ്നഭരിതമായിരുന്നു അവരുടെ ദാമ്പത്യം. അതേക്കുറിച്ച് കവിയൂർ പൊന്നമ്മ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. തുടർച്ചയായാണ് മകളെക്കുറിച്ചും അവർ മനസ്സ് തുറന്നത്. ഒരേയൊരു മകളാണ് കവിയൂർ പൊന്നമ്മയ്ക്കുള്ളത്. പേര് ബിന്ദു. ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പം ബിന്ദു അമേരിക്കയിലാണ് താമസം. മകൾ ഭർത്താവിൻ്റെ ഫാമിലിയെ പോലെയാണ് ഇരിക്കുന്നത്. അമേരിക്കയിലാണ്. മകളെ തൻ്റെ 2ാമത്തെ നാത്തൂൻ്റെ മകനാണ് വിവാഹം കഴിച്ചതെന്നും അന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞിരുന്നു. തൻ്റെ മരുമകൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണെന്നും താരം പറഞ്ഞു. പരിപാടിക്കിടെ മകൾക്ക് അമ്മയെക്കുറിച്ചുള്ള പരാതിയെക്കുറിച്ച് അവതാരകനായ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്നതായിരുന്നു മകളുടെ പരാതി. കഷ്ടമെന്നാണ് മകളുടെ പരാതിയെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്. താൻ മകളെ ഉള്ള സമയം ഒരുപാട് നോക്കിയിട്ടുണ്ടെന്നും എന്നാൽ താൻ ജോലിക്ക് പോയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നന്നേ ചെറുപ്പത്തിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. കുഞ്ഞായിരുന്നപ്പോൾ മനസ്സിലാക്കണം എന്നില്ല. പക്ഷേ മുതിർന്നപ്പോഴും ഭയങ്കര ശാഠ്യമായിരുന്നു. ഉള്ള സമയം ഉള്ളതുപോലെ വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട്. ആ ശാഠ്യം ഇപ്പോഴും ഉണ്ട്. ആ പരിഭവം മാറില്ലെന്നാണ് മകളുടെ വാക്കുകളോട് കവിയൂർ പൊന്നമ്മ പ്രതികരിക്കുന്നത്. എന്നാൽ തനിക്ക് അതിൽ സങ്കടമില്ലെന്നും അവർ പറയുന്നു. കാരണം മകൾ പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ടെന്നത് തന്നെ. ഇടയ്ക്ക് നോക്കാനായില്ല എന്നതൊരു സത്യമാണല്ലോ. പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും പറയാം. 8 മാസം വരെ പാല് കൊടുത്തിട്ടുള്ളൂ എന്നും പരിപാടിയിൽ കവിയൂർ പൊന്നമ്മ തുറന്നു പറയുന്നുണ്ട്. താൻ കുടുംബം നോക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. എന്നാൽ തനിക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാനാകില്ലെന്നും താരം പറഞ്ഞിരുന്നു. പിന്നാലെ സത്യനൊപ്പം അഭിനയിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവവും കവിയൂർ പൊന്നമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. ശിക്ഷ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു സംഭവം. കട്ടിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന രംഗമാണ് ചിത്രീകരിക്കുന്നത്. സംവിധായകൻ കന്നഡ സിനിമയിൽ നിന്നുമുള്ള ആളാണ്. ഇടയ്ക്ക് അയാൾ വന്ന് സത്യൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. തുടർന്ന് സത്യൻ മാഷ് തന്നോടായി "പൊന്നി, നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ" എന്ന് ചോദിച്ചുവെന്നാണ് കവിയൂർ പൊന്നമ്മ പറയുന്നത്. പിന്നാലെ അതിൻ്റെ കാരണവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പട്ടുസാരിയാണ് ഉടുത്തിരുന്നത്. ഞാൻ റൂമിൽ വന്ന് സാരി മാറാൻ നിൽക്കുമ്പോൾ സാരി നിറയെ നനഞ്ഞിരിക്കുന്നു. മുലപ്പാൽ വീണു നനഞ്ഞതാണ്. രാവിലെ ഫീഡ് ചെയ്തിട്ട് വന്നതാണ്. അങ്ങനെ എന്തൊക്കെയോ ജീവിതത്തിലുണ്ടായി. കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നുവെന്നാണ് കവിയൂർ പൊന്നമ്മ പറയുന്നത്. അതേസമയം ആശുപത്രിയിൽ കിടക്കുന്ന അമ്മയെ കാണാൻ മകൾ എത്തിയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കവിയൂർ പൊന്നമ്മയ്ക്ക് ആശുപത്രിയിൽ കൂട്ടിരുന്നത് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. നിരവധി അമ്മവേഷങ്ങൾ ചെയ്ത കവിയൂർ പൊന്നമ്മയുടെ ജീവിതം എപ്പോഴും ചർച്ചയായിട്ടുണ്ട്. മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പൊന്നമ്മയെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളിലേക്ക്